നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. നേതാക്കളുടെ പ്രവാചക വിരുദ്ധ പരാമർശത്തെ അപലപിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ ബി.ജെ.പി. നേതാക്കൾ നടത്തിയ പരാമർശം ഇന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങളുടെ ഭാഗമാണെന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC ജനറൽ സെക്രട്ടേറിയറ്റും പാകിസ്ഥാനും പ്രതികരിച്ചത്. പരാമർശത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ പ്രതിഷേധം കടുപ്പിച്ചതോടെ വിദേശകാര്യ മന്ത്രാലയം വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തും വന്നിരുന്നു. വിവാദ പരാമർശം നടത്തിയവർക്കെതിരെ കർശന നടപടിയെടുത്തിട്ടുണ്ടെന്നും OICയുടെ പരാമർശം സങ്കുചിത മനസ്ഥിതിയോടെയാണെന്നും വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ പ്രവാചക നിന്ദ ആരോപിച്ച് ഇന്ത്യക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ പ്രവാസികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കുവൈത്ത്. പ്രതിഷേധിക്കുന്ന പ്രവാസികളെ നാടുകടത്തുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കുവൈത്തിലെ നിയമമനുസരിച്ച് പ്രവാസികൾക്ക് സമരങ്ങളോ പ്രകടനങ്ങളോ നടത്താൻ അനുമതിയില്ല. പ്രകടനത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ നാടുകടത്തുവാനുമുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ നിയമം പരസ്യമായി ലംഘിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയം നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഫാഹേൽ ഏരിയയിലായിരുന്നു പ്രതിഷേധ പരിപാടി അരങ്ങേറിയത്. വെള്ളിയാഴ്ച ജുമാ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചവർക്കെതിരെയാണ് നടപടിയെടുക്കുക എന്നാണ് റിപ്പോർട്ട്. പരിപാടിയിൽ നിരവധി പ്രവാസികൾ പങ്കെടുത്തതായാണ് റിപ്പോർട്ട്. നിയമലംഘനം എന്ന ഗുരുതരമായ കുറ്റം ആരോപിച്ചാണ് ധർണയിൽ പങ്കെടുത്ത പ്രവാസികൾക്കെതിരെ അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇവരെ രാജ്യത്ത് നിന്നും പുറത്താക്കിക്കൊണ്ട് കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം. സ്വദേശികൾ സംഘടിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങളിലും പ്രതിഷേധ പരിപാടികളിലും പങ്കെടുക്കുന്ന പ്രവാസികളെ ഇതേ നടപടികളാണ് കാത്തിരിക്കുന്നത് എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.